ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു ബീറ്റ് ഒ ഇ ടി. നമ്മൾ ബീറ്റ് ഒ ഇ ടിയിലൂടെ ഒ ഇ ടി സ്പീക്കിങ്ങിൽ ഓരോ പാർട്ട് ബൈ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി വരികയാണ്. എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് സിനാരിയോസിൽ ഒരു ഗുഡ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് എങ്ങനെ സ്പീക്കിങ്ങിന് നമുക്ക് ഹയസ്റ്റ് സ്കോർ നേടാൻ പറ്റും, അതിനുള്ള ചില ടിപ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? കം ഓൺ, ലെറ്റ് സ്റ്റാർട്ട്. ഒ ഇ ടി സ്പീക്കിംഗ് പൊതുവെ വളരെ എളുപ്പമുള്ളൊരു മൊഡ്യൂളാണ്. ബാക്കിയുള്ള 3 മൊഡ്യൂളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബി ഗ്രേഡോ അല്ലെങ്കിൽ എ ഗ്രേഡോ സ്കോർ ചെയ്യാൻ പറ്റി ഈസി ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. പക്ഷെ പല കുട്ടികളും ഒ ഇ ടി സ്പീക്കിങ്ങിൽ ഫെയിൽ ആകാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഈ ചില ഇമ്പോർട്ടൻ്റ് ആയ ടിപ്സുകളൊക്കെ മിസ്സായി പോകുന്നുണ്ട്. ചില ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊന്നും നിങ്ങളവിടെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ബി ഗ്രേഡ് കരസ്ഥമാക്കാമെന്ന് നോക്കിയാലോ? ഒന്നാമതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റോൾ പ്ലേ കാർഡ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വായിച്ചിരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾ ഏത് സെറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കണം, ഏത് ടൈപ്സ് ഓഫ് പേഷ്യൻറ്റിനോടാണ് നിങ്ങൾ ഡീല് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം, നിങ്ങൾ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു സ്റ്റോറി അപ്പോഴത്തേക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ഈ 3 മിനിറ്റ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് ടെൻഷൻ അടിച്ച് എനിക്കിത് പറയാൻ പറ്റുമോ, എനിക്കിത് അറിയാത്ത കണ്ടീഷൻ ആണല്ലോ, അങ്ങനെ ഒന്നും വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. പല കുട്ടികൾക്കുമുള്ള ഒരു വിചാരമാണ് നമുക്കറിയാൻ വയ്യാത്ത ഒരു ഡയഗ്നോസിസ്, ഇപ്പോൾ എല്ലാ ഡിസീസ് കണ്ടീഷനെ കുറിച്ചൊന്നും നമുക്ക് അറിയണമെന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം കിട്ടുമ്പോൾ എനിക്ക് പറയാൻ വേർഡ്സ് കിട്ടുമോ, എനിക്ക് കണ്ടന്റ് കിട്ടുമോ എന്നൊക്കെ പല കുട്ടികളുടെയും പേടിയാണ്. പക്ഷെ അങ്ങനെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണോ പറയേണ്ടത് അതിനെക്കുറിച്ച് ഒരു ബ്രാക്കറ്റിൽ ഒരു ചെറിയ ഇൻഫർമേഷൻ കൊടുത്തിരിക്കും ആ റോൾ പ്ലേ കാർഡിൽ. അപ്പം നിങ്ങൾ അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് നിങ്ങളുടേതായ വേർഡ്സിൽ പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഓക്കെ, അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന ഡയഗ്നോസിസ് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല, അപ്പോൾ ആ 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർലോക്യൂട്ടറിനോട് അത് ചോദിക്കാം. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് പറഞ്ഞു തരാൻ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ആ റോൾ പ്ലേ കാർഡിനെ കുറിച്ചുണ്ടോ അത് ആ 3 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇൻ്റർലോക്യൂട്ടർ ഒരിക്കലും നിങ്ങളുടെ എക്സാമിനർ അല്ല, നിങ്ങളെ അവർ അസസ് ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനിരിക്കുന്ന ഒരാളാണ് ഇൻ്റർലോക്യൂട്ടർ, ഇല്ലേ? അപ്പം അവിടെ ആ ഒരു കോൺവെർസേഷനിൽ നിങ്ങളെ സഹായിക്കാനിരിക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് ആ റോൾ പ്ലേ കാർഡിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ടും ചോദിക്കാം. അവിടെ പേടിച്ചരണ്ട് ഞാൻ ചോദിച്ചാൽ എൻ്റെ മാർക്ക് കുറയുമോ, എന്നെക്കുറിച്ച് ബാഡ് ഇംപ്രഷൻ ആകുമോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ഉറപ്പായിട്ടും ആ 3 മിനിറ്റ്സ് ടൈമിൽ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങളുടെ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാവൂ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങളുടെ മെഡിക്കൽ നോളജ് അസസ് ചെയ്യുന്ന ഒരു എക്സാം അല്ല. ഇവിടെ അവർക്ക് വേണ്ടത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചാണ്, നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ നോളജിനെ കുറിച്ചാണ് അവർ അസസ് ചെയ്യുന്നത്. നിങ്ങളുടെ ലിമിറ്റേഷനിലുള്ള മെഡിക്കൽ നോളജ് ഉപയോഗിച്ച് നിങ്ങളുടെ ലാംഗ്വേജ് കൂടുതലായി ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ ഒ ഇ ടി സ്പീക്കിങ്ങിനെ ഫേസ് ചെയ്യേണ്ടത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും IELTS-ലൊക്കെ സ്പീക്കിങ്ങിൽ 7.5 ഒക്കെ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് IELTS-ൽ റൈറ്റിംഗ് കിട്ടാത്തതുകൊണ്ടായിരിക്കും അവർ ഒ ഇ ടി ട്രൈ ചെയ്യും. അപ്പോൾ ഒ ഇ ടി ട്രൈ ചെയ്യുമ്പോൾ ഒ ഇ ടിയിൽ റൈറ്റിംഗ് കിട്ടും, പക്ഷെ അവർക്ക് സ്പീക്കിംഗ് ഫെയിലായി പോകുന്നുണ്ട്. കാരണം എന്താ? ഒ ഇ ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വാർഡിൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സിറ്റുവേഷനിൽ എങ്ങനെയാണോ പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുന്നത് അതേ രീതിയിലാണ് അവർ നമ്മളെ അസസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മളുടെ വോയിസ് ടോണ് എങ്ങനെയൊക്കെയാണ്, നമ്മൾ പേഷ്യൻറ്റിനോട് കമ്പാഷനേറ്റ് ആയിട്ടാണോ പെരുമാറുന്നത്, എമ്പതി യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർ നമ്മളെ അസസ് ചെയ്യുന്നു. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഇൻ്റർലോക്യൂട്ടറിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ക്ലിനിക്കൽ സിറ്റുവേഷനിൽ എങ്ങനെയാണോ പറയുന്നത് അതേ കമ്പാഷനേറ്റ് കെയർ കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. യൂറോപ്യൻ കൺട്രീസിൽ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഫിസിക്കൽ കെയറിനെക്കാട്ടിൽ അവർക്ക് ആവശ്യം ഇമോഷണൽ സപ്പോർട്ടാണ്. സോ കമ്പാഷൻ ആൻഡ് എമ്പതി ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ. അല്ലാതെ നിങ്ങൾ ബ്ലാ 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 എന്ന് പറഞ്ഞ് കുറേ ഇംഗ്ലീഷ് അങ്ങ് സംസാരിച്ച് തീർത്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഒ ഇ ടി സ്പീക്കിങ്ങിൽ ബി ഗ്രേഡോ അല്ലെങ്കിൽ എ ഗ്രേഡോ വാങ്ങിക്കാൻ പറ്റുകയില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ വാർഡിൽ ചെന്നിട്ട് പേഷ്യൻ്റെ അടുത്ത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഓക്കെ മൈ നെയിം ഈസ് ലീന, ഐ ആം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് ലുക്കിംഗ് ആഫ്റ്റർ യു എന്ന് പറഞ്ഞിട്ട് ഹൗ ആർ യു ഫീലിംഗ് ടുഡേ,
അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു വോയിസ് മോഡുലേഷനും ഇല്ലാതെ നോർമലായിട്ടങ്ങ് ഒരു ഇമോഷനും ഇല്ലാതെ സംസാരിച്ച് പോകുന്ന അത് ശരിയല്ല. അപ്പം നമ്മളൊരു കോൺവെർസേഷനിൽ എപ്പോഴും നമുക്ക് വോയിസിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇല്ലേ, ആ ടോണിനൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പം ഹൗ ആർ യു ഫീലിംഗ് ടുഡേ, ഹൗ ഈസ് യുവർ ഡേ, അങ്ങനെ എപ്പോഴും നിങ്ങളുടെ പറച്ചിൽ ആ ഒരു എന്തൂസിയാസം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ അവിടെ കാണിക്കാൻ നോക്കണം. ഇപ്പോൾ പേഷ്യൻ്റ് നിങ്ങളുടെ അടുത്ത് പറയുക പെയിൻ ഉണ്ടെന്ന് പറയുക, അപ്പം നിങ്ങൾ കുറേ എമ്പതറ്റിക്കൽ വേർഡ്സ് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓ ഐ ആം സോറി, ഐ നോ യു ഹാവ് എ ഹൈ പെയിൻ. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ പറഞ്ഞാൽ? നമ്മൾ മലയാളത്തിൽ എങ്ങനെ ഒരാൾക്കൊരു കഷ്ടം, ഒരു സങ്കടം, പെയിൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അയ്യോ അത്രയും പെയിനോ അങ്ങനെ നമ്മൾ ചോദിക്കത്തില്ല. നിങ്ങൾക്ക് അത്രയും വേദനയുണ്ടോ? ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ആ ഒരു എന്തൂസിയാസം ഒക്കെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ OET സ്പീക്കിങ്ങിലും കാണിക്കണം. ഇപ്പോൾ പേഷ്യൻ്റ് നിങ്ങളുടെ അടുത്ത് 8 അല്ലെങ്കിൽ 7 എന്നൊരു പെയിൻ സ്കോർ പറയുകയാണെങ്കിൽ, ഓ ഐ ആം സോ സോറി, യു ഹാവ് എ ഹൈ ഇൻറ്റൻസ് പെയിൻ, ഐ നോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു അഡ്ജസ്റ്റ്. നോക്കൂ, ആ വോയിസ് ടോണിൻ്റെ വ്യത്യാസം കണ്ടോ? നമ്മളും അവരിലോട്ട് അയ്യോ നിങ്ങൾക്ക് വളരെ വലിയ പെയിനാണ്, നമ്മളും അവരുടെ വേദനയിൽ പങ്കുചേരുകയാണ്. അപ്പോൾ OET സ്പീക്കിങ്ങിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ടോൺ വ്യത്യാസം വരണം. പല കുട്ടികൾക്കും ടോണൊക്കെ വ്യത്യാസപ്പെടുത്താൻ ഭയങ്കര നാണക്കേടാണ്. ശരിക്കും ഇതൊരു ഡ്രാമയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഡയലോഗ് എന്നാണ് പറയുന്നത്. അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. ഒരു ഡ്രാമ പോലെ നിങ്ങൾ ആക്ട് ചെയ്യാൻ പഠിച്ചേ പറ്റൂ. നിങ്ങൾ തന്നെത്താനെ അങ്ങനെ നാണക്കേടുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു മിററിന് മുന്നേ പോയി ആക്ട് ചെയ്ത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ സന്തോഷമാണെങ്കിൽ അത് സന്തോഷം കാണിക്കണം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വാർഡിൽ നിന്ന് ഡിസ്ചാർജ് ആകാൻ പോകുന്ന പേഷ്യൻറ്റ് നിങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഐ ആം വെരി ഹാപ്പി ടു ടെൽ യു ദാറ്റ് യു ആർ ഗോയിങ് ടു ഡിസ്ചാർജ് ടുഡേ നിങ്ങൾ കാണാതെ പിടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നിങ്ങളുടെ ഹാപ്പിനെസ് ആ വോയിസിൽ ഉണ്ടായിരിക്കണം. ഐ ആം സോ ഹാപ്പി ടു ടെൽ യു ദാറ്റ് യു ആർ ഗോയിങ് ടു ഡിസ്ചാർജ് ടുഡേ. ഹൗ ഡസ് ഇറ്റ് സൗണ്ട്? കണ്ടോ, ആ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുടെ ആ വേർഡ്സിൽ, ആ സെൻറ്റൻസിൽ വേണം. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വോയിസ് മോഡുലേഷൻ വരുത്താൻ ശ്രദ്ധിക്കുക. വോയിസ് മോഡുലേഷൻ എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇൻ്റർലോക്യൂട്ടറുമായിട്ട് സംസാരിക്കുന്നത് അവിടെ അവർ ഓഡിയോ ആണ് എടുക്കുന്നത്, നമ്മുടെ വീഡിയോ ഒരിക്കലും അവർ എടുക്കുന്നില്ല. സോ നിങ്ങൾ എത്ര ഫേഷ്യൽ എക്സ്പ്രഷന് മാറ്റം വരുത്തിയാലും അത് കാണാൻ ആരുമില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ വോയിസിൽ ഇങ്ങനെ ടോണിൽ മാറ്റം വരുത്തിയെന്ന് എക്സാമിനർ, നിങ്ങളെ അസസ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ വോയിസിൽ അത്രമാത്രം ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ഒരു മാർക്കിംഗ് ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, നിങ്ങൾ കമ്പാഷനേറ്റ് ആയിരിക്കണം പേഷ്യൻറ്റിനോട്. അതേപോലെ തന്നെ നിങ്ങൾ എമ്പതിയും കാണിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമ്പത്തറ്റിക്കൽ വേർഡ്സ് ഉണ്ട് നമുക്ക് OET സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യാനില്ലേ. പക്ഷെ പല കുട്ടികളോടും നിങ്ങളത് കാണാതെ പഠിച്ചു വെക്കണം, നിങ്ങൾ ഇൻ ബിറ്റ്വീൻ സ്പീക്കിങ്ങിൽ അത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു എമ്പത്തറ്റിക്കൽ ഫ്രേസ് ഇതേ ഉള്ളൂ, ഐ നോ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫോർ യു, അല്ലെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ വോറീസ്. ഇത് തന്നെ സ്പീക്കിങ്ങിൽ ഫുൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്ലീസ് നിങ്ങൾ ദയവ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമ്പത്തറ്റിക്കൽ വേർഡ്സ് ഉണ്ട്, നിങ്ങളതെല്ലാം കാണാതെ പഠിക്കണം. നിങ്ങളത് ഒരു ബുക്കിൽ എഴുതി വെച്ച് ഓരോ പ്രാവശ്യം സ്പീക്കിങ്ങിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ യൂസ് ചെയ്യുക. ഒരു 10 ടൈംസ് നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതങ്ങ് പതിഞ്ഞോളും. അല്ലാതെ ഒറ്റ സമയത്തിരുന്നതെല്ലാം കാണാതെ പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെല്ലാം യൂസ് ചെയ്യാം. I can understand this is a difficult situation for you. I know it is a daunting situation for you. Daunting എന്ന് വെച്ചാൽ എന്താ, പേടിയുള്ളത്. I can understand this is a frightening situation for you. അല്ലെങ്കിൽ I can imagine the stress you are going on. I can see things from your perspectives. പിന്നെന്താണ് പറയാൻ പറ്റുക? If I were in your position, I would also react in the same way. ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ പ്രവർത്തിച്ചേനെ. ഇപ്പം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അസുഖമൊക്കെയുള്ള അമ്മമാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എന്തെങ്കിലും പറ്റി നമ്മുടെ പേരൻസിന് എന്തും അറിയുക അല്ലേ. അമ്മമാരോട് അല്ലെങ്കിൽ പാരൻസിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് എമ്പത്തറ്റിക്കൽ ഫ്രേസസ് യൂസ് ചെയ്യണം. ബീയിങ് എ മദർ, ഐ നോ ഇറ്റ് ഈസ് എ ചലഞ്ചിങ് സിറ്റുവേഷൻ ഫോർ യു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെസ്, അല്ലെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ യു ആർ ഗോയിങ് ഓൺ നൗ. ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. വി ആർ ഹിയർ ഫോർ യു. We will do everything possible for you. അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് നമ്മൾ എപ്പോഴും അവർക്ക് കൊടുക്കണം. സോ എമ്പതി എന്നുള്ളത് മസ്റ്റാണ്. ഇന്ന് മുതൽ നിങ്ങൾ ഒരു എമ്പത്തറ്റിക്കൽ ഫ്രേസ് അല്ല ഒരു എമ്പത്തറ്റിക്കൽ സെൻറ്റൻസ് അല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമ്പത്തറ്റിക്കൽ സെൻറ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം.
ഓക്കെ. OIT സ്പീക്കിങ്ങിൽ പല കുട്ടികളും മിസ്സാക്കി കളയുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ പേഷ്യൻ്റ് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് റെസ്പോൺസ് ചെയ്യുക, അല്ലാതെ മിണ്ടാതിരുന്നത് കേൾക്കുകയല്ല. ഞാൻ പറഞ്ഞതുപോലെ അവർ വോയിസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ മൂളുന്നതും പറയുന്നതും എല്ലാം അത്ര ക്ലിയർ ആയിട്ട് റെക്കോർഡായിരിക്കണം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ അടുത്തൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നുള്ള ആ ഒരു മൂളകം നല്ലതുപോലെ കേൾക്കണം. അപ്പോൾ ഐ സി, ഓൾ റൈറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പേഷ്യൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഐ സി, ഓൾ റൈറ്റ്, ഓക്കെ, അല്ലാതെ എപ്പോഴും ഓക്കെ ഓക്കെ അതല്ല. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും നിങ്ങൾ ഡിഫറൻസ് കൊണ്ടുവരാൻ നോക്കണം. അപ്പോൾ ഇംഗ്ലീഷ് സിനിമകൾ, ഇംഗ്ലീഷ് ഡ്രാമാസ് ഒക്കെ കാണുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. ഇനി OIT സ്പീക്കിങ്ങിൽ പലരും മറന്നു പോകുന്നൊരു കാര്യമാണ് ആക്റ്റീവ് ലിസണിങ് എന്നുള്ള കാര്യം. ഇപ്പോൾ ആക്റ്റീവ് ലിസണിങ് എങ്ങനെയാണ് കാണിക്കുന്നത്, ലിസൺ ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ എന്നൊക്കെ പലരും ചിന്തിക്കില്ലേ. പക്ഷേ നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന്. നിങ്ങൾ എന്താണോ പേഷ്യൻ്റ് നമ്മളോട് പറഞ്ഞത് അത് പാരാഫ്രൈസ് ചെയ്ത് പറയാൻ നോക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പേഷ്യൻ്റ് നമ്മളോട് പറയുകയാണ് വാട്ട് ബ്രോട്ട് യു ഹിയർ ടുഡേ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയുകയാണ് ഇന്നലെ തൊട്ട് എനിക്ക് ചെസ്റ്റ് പെയിൻ ആണ്, ഞാൻ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ ചെസ്റ്റ് പെയിൻ കൂടുന്നു, മെഡിസിൻ ഒന്നും കഴിച്ചിട്ട് മാറുന്നില്ല എന്നൊക്കെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പാരാഫ്രൈസ് ചെയ്യണം. Since yesterday you have been suffering with the chest pain which is not controlled with any medication, isn't it? Do you have anything else to add with this? നിങ്ങൾക്ക് എന്തെങ്കിലും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുണ്ടോ? അപ്പോൾ അവർ ചിലപ്പോൾ മറന്നു പോയായിരിക്കും, ഞാൻ ഒരു പ്രാവശ്യം വോമിറ്റ് ചെയ്തു, അപ്പോൾ ഞാൻ വോമിറ്റും കൂടി ചെയ്തു നേഴ്സ് എന്ന് നമ്മളടുത്ത് പറയുകയാണെങ്കിൽ ഇല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പഠിച്ചിരിക്കണം, നിങ്ങൾ പാരാഫ്രൈസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾ തുടക്കത്തിൽ പാരാഫ്രൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പേഷ്യൻ്റെ ഹിസ്റ്ററി ചോദിക്കത്തില്ലേ. ചിലപ്പോൾ അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ കാണും, പേഷ്യൻ്റെ പേഴ്സണൽ ഹാബിറ്റ്സുകൾ, സ്മോക്കിംഗ് കാണും, ആൽക്കഹോളിസം കാണും, അങ്ങനെ കുറേ കാര്യങ്ങൾ പേഷ്യൻറ്റിനെ നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് പാരാഫ്രൈസ് ചെയ്യാം. ഫ്രം യുവർ വേർഡിങ്സ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് എ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം. Do you have anything else to add with this? അങ്ങനെ ഒന്ന് പാരാഫ്രൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കോർ അവിടെ ബൂസ്റ്റപ്പ് ആവും. ഇങ്ങനെയാണ് നിങ്ങൾ ആക്റ്റീവ് ലിസണിങ് കാണിക്കേണ്ടത്. പക്ഷേ ഈ പാരാഫ്രൈസിങ് എപ്പോഴും സ്പീക്കിങ്ങിൽ ഫുള്ളൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഒരു സ്പീക്കിങ്ങിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പാരാഫ്രൈസ് ചെയ്യാൻ നോക്കുക. ഇനി അടുത്തതാണ്, പല കുട്ടികളും പേഷ്യൻറ്റിൻ്റെ നോളജിനെ അസസ് ചെയ്യാൻ മറന്നുപോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ സ്ട്രോക്ക് എന്തുവാണെന്നോ എപ്പിലെപ്സി എന്തുവാണോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആരും അവരോട് ചോദിക്കാറില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ, അല്ലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കാതെ ഓക്കെ നൗ ഐ വിൽ എക്സ്പ്ലെയിൻ അബൌട്ട് എപ്പിലെപ്സി എന്ന് പറഞ്ഞിട്ട് എന്തോ എപ്പിലെപ്സി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ല. തിരിച്ച് നിങ്ങൾ എന്താ അവരോട് ചോദിക്കണ്ടേ? ഡു യു ഹാവ് എനി പ്രയർ നോളജ് അബൌട്ട് എപ്പിലെപ്സി? ഡിഡ് യു ഹിയർ അബൌട്ട് സ്ട്രോക്ക്? ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. ഡു യു ഹാവ് എനി പ്രയർ നോളജ് അബൌട്ട് ഡയബറ്റിക് കൺട്രോൾ? അവരെന്തെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓ ഗ്രേറ്റ്, ഐ അപ്രീഷിയേറ്റ് യുവർ നോളജ്, യു ഹാവ് എ ഗ്രേറ്റ് നോളജ് അബൌട്ട് ദിസ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എത്ര ബ്യൂട്ടി ഉണ്ടെന്നറിയാമോ നിങ്ങളുടെ സ്പീക്കിങ്ങിന്. ഇൻ കേസ് നിങ്ങളോട് പേഷ്യൻ്റ് പറയുകയാണ് എനിക്ക് ഈ ഡിസീസിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഡോണ്ട് വറി, ഐ ആം സോ ഹാപ്പി ടു ടെൽ യു അബൌട്ട് ദിസ് പറയാം. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം അവിടെ പറഞ്ഞു തീർക്കാം ഇല്ലേ. ഈ ടിപ്പുകളൊന്നും നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല സ്പീക്കിങ്ങിൻ്റെ ഉദ്ദേശം. മറിച്ച് നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ നോർമലായിട്ട് ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നു. പല കുട്ടികൾക്കും പറ്റുന്ന മറ്റൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പേഷ്യൻ്റ് സ്മോക്കിങ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അപ്പോൾ സ്മോക്കിംഗ് സെസേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പം നിങ്ങൾ വെറുതെ ആ സ്മോക്കിംഗ് സെസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്മോക്കിംഗ് സെസേഷന് വേണ്ടി ഐ വിൽ റെഫർ യു ടു സ്മോക്കിംഗ് സെസേഷൻ ഗ്രൂപ്പിലോട്ട് ഞാൻ റെഫർ ചെയ്യാം. നിക്കോട്ടിൻ പാച്ചസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാജുവലി 1 by 1 ആയിട്ട് നിങ്ങൾ കുറച്ച് കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് നിങ്ങളോട് ചോദിക്കുക, സിസ്റ്റർ ഐ ട്രൈഡ് സെവറൽ ടൈംസ് ദീസ് മെഷേഴ്സ് ബട്ട് ഐ ഫെയിൽഡ്. ഡു യു ഹാവ് എനി അതർ ന്യൂ തിങ്സ്? അപ്പം നിങ്ങൾ എന്ത് പറയും? നമുക്ക് എന്തെങ്കിലും ന്യൂ തിങ്സ് ഇനി അറിയാമോ? കാരണം നമ്മൾ നേരത്തെ തൊട്ടേ സ്മോക്കിംഗ് എന്ന് കേട്ടാൽ നമ്മൾ പറയാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണിത്. ഗ്രൂപ്പും നിക്കോട്ടിൻ പാച്ചസും ഒക്കെ ഇല്ലേ. അതിൽ കൂടുതൽ നമുക്ക് സ്മോക്കിംഗ് സെസേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒന്നുമില്ല.
അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ന്യൂ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നമ്മളവിടെ സ്റ്റക്കായി പോയില്ല. ഇനി നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? ഒരു ക്രോണിക് സ്മോക്കറൊക്കെ ആകുന്ന സമയത്ത് ഓക്കെ, നിങ്ങൾ അവരോട് തിരിച്ചു ചോദിക്കണം, ഡിഡ് യു എവർ ട്രൈ ടു ക്വിറ്റ് ദ സ്മോക്കിംഗ്? ഡിഡ് യു എവർ ട്രൈ ടു സ്റ്റോപ്പ് ദിസ് ഹാബിറ്റ്? ഇപ്പോൾ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം, വാട്ട് ഓൾ ദ മെഷേഴ്സ് ഡിഡ് യു ടേക്ക് അറ്റ് ദാറ്റ് ടൈം? എന്തൊക്കെയാണ് നിങ്ങൾ ആ സമയത്ത് എടുത്തത്? അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പേഷ്യൻ്റ് പറയും, ഞാനൊരു ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നിക്കോട്ടിൻ പാച്ചസ് യൂസ് ചെയ്തു, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. അപ്പോൾ അപ്പോഴും നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓ വെൽ, ദാറ്റ് ഈസ് ഗ്രേറ്റ്, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്, I appreciate it. Well, please continue these things. You have that willpower. You can stop it. ആ കോൺഫിഡൻസ് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് പിന്നെ മെഷേഴ്സ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അപ്പം ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷനും പിന്നെ വരുത്തില്ല. അപ്പം ഇതൊക്കെയാണ് ചില ടിപ്പുകൾ. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്ക് വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. അത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ എപ്പോഴും ആ ടാസ്ക് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ആ സിനാരിയോ മനസ്സിലാക്കണം. ഇപ്പോൾ ചിലപ്പോൾ ആ സിനാരിയോയിൽ പേഷ്യൻ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ നിർബന്ധിച്ച് കഴിപ്പിക്കണം. അതായിരിക്കണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിലായിരിക്കും ആ ടാസ്ക് പോകുന്നത്. അപ്പം യൂഷ്വലി എക്സാം സ്പീക്കിംഗ് ഉച്ചയ്ക്ക് അതുകൊണ്ട് നമ്മൾ ചെന്നിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ ജോൺ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങരുത്. മറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ അത് മോർണിംഗ് സംഭവിക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഗുഡ് മോർണിംഗ് ജോൺ എന്ന് പറഞ്ഞ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ ആ സിനാരിയോ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഏതാണ്, നൈറ്റിലാണോ? ചിലപ്പോൾ പേഷ്യൻ്റ് നൈറ്റിൽ ഉറങ്ങുന്നില്ല, കരയുന്നു എന്നൊക്കെയാണെന്നും പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ ചെന്ന് ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ പറയാൻ പറ്റുമോ നമുക്ക് അവിടെ? ഇല്ല. അപ്പോൾ ഏതാണോ സിറ്റുവേഷൻ അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ പേഷ്യൻറ്റിനെ വിഷ് ചെയ്യാവൂ. പിന്നെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പേഷ്യൻറ്റിന് അത് മനസ്സിലായോ ഇല്ലയോ എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങളിങ്ങനെ എന്തൊക്കെയോ മാനേജ്മെൻറ്റുകളെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ സ്മോക്കിംഗ് നിർത്തണം, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ പറയണം ഫാറ്റ് ഫ്രീ ഡയറ്റ് കഴിക്കണം, റെഗുലർ എക്സസൈസ് ചെയ്യണം, പിന്നെ സ്മോക്കിംഗ് ഹാബിറ്റ് നിർത്തണം, നിങ്ങളുടെ പേഴ്സണൽ ഹാബിറ്റ്സ് ആൽക്കഹോളിസം ഒക്കെ നിർത്തണം, സ്ട്രെസ്സ് കൂടുതലുണ്ടാവരുത്. അങ്ങനെ കുറേ മെഷേഴ്സിനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ നീളത്തിൽ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ശരിയാണോ? നിങ്ങൾ ഓരോ മാനേജ്മെൻറ്റ് കഴിയും തോറും പേഷ്യൻറ്റിനോട് ചോദിക്കണം അവർക്കത് മനസ്സിലായോ എന്ന്. അതിന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രേസസ് ഉണ്ട്. അല്ലാതെ എപ്പോഴും ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അങ്ങനെയല്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ചോദിക്കുകയാണ്, ഡിഡ് യു ഗെറ്റ് ദ പോയിന്റ്? ഡിഡ് യു ഗെറ്റ് മീ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ആർ യു ഫോളോയിങ് മീ? ആം ഐ മേക്കിംഗ് മൈസെൽഫ് ക്ലിയർ ടു യു? ഈസ് ദാറ്റ് ക്ലിയർ ടു യു? അങ്ങനെ എന്തെല്ലാം ടൈപ്സ് ഓഫ് ഫ്രേസസ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ. നിങ്ങൾ ഇതൊക്കെ കാണാതെ പഠിച്ചു വെക്കണം. ഒരേ കാര്യം തന്നെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സ്കോർ കിട്ടില്ല. നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് നല്ല ഫ്ലുവൻസി ഉണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് നല്ല നോളജ് ഉണ്ടാകുന്ന കാണിക്കാനാണ്. ഇപ്പം നമ്മൾ പേഷ്യനോട് പറയുകയാണ് ഡെയിലി എക്സസൈസ് ചെയ്യണം എന്ന്. ഡു യു തിങ്ക് യു ക്യാൻ ഡു ഇറ്റ്? അല്ലാതെ എപ്പോഴും ഈസ് ദാറ്റ് ക്ലിയർ ടു യു എന്ന് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന്? അങ്ങനെയും ചോദിക്കാം. ഹൗ ഡസ് ഇറ്റ് സൗണ്ട്? ഇതെങ്ങനെ തോന്നുന്നു? അങ്ങനെയും ചോദിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രേസസ്, ഇമാതിരിയുള്ള ഫ്രേസസ് ഒക്കെ നിങ്ങൾ എഴുതി കാണാതെ പഠിക്കണം. ഇനി അടുത്ത ഒരു കാര്യമാണ് റീഅഷ്വറൻസ്, അല്ലെങ്കിൽ അഷ്വർ എന്ന വേർഡിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ OET സ്പീക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഐ അഷ്വർ യു, ഐ റീഅഷ്വർ യു എന്നുള്ള വേർഡ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും പേഷ്യൻസിന് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും. അപ്പം നിങ്ങൾ പറയണം ഐ അഷ്വർ യു ദാറ്റ് ദിസ് വിൽ റിയലി ഹെൽപ്പ് യു. ഐ റീഅഷ്വർ യു ദാറ്റ് യു റിക്കവർ സൂൺ. ഐ റീഅഷ്വർ യു ദാറ്റ് ദിസ് സർജറി വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു. നിങ്ങളുടെ ടാസ്ക് എല്ലാം കഴിയുന്ന സമയത്ത് നിങ്ങൾ പേഷ്യൻറ്റിനെ റീഅഷ്വർ ചെയ്യണം. നിങ്ങൾ സംസാരിക്കുന്ന ആളോട് അതൊരു റിലേറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾ റീഅഷ്വർ ചെയ്യണം. അപ്പോൾ റീഅഷ്വർ എന്നുള്ളൊരു വേർഡ് നിങ്ങൾ എല്ലാ സ്പീക്കിങ്ങിലും യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യാൻ നിങ്ങൾ മറന്നേ പോകരുത്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ടിപ്പാണ് നിങ്ങളുടെ കോൺഫിഡൻസ്. എത്ര അറിഞ്ഞൂടാത്ത ടോപ്പിക്കാണെങ്കിലും നിങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പോൾ എല്ലാം എനിക്ക് കഴിയും, എന്നെ കൊണ്ട് പറ്റും, ഞാനിത് പറഞ്ഞിരിക്കും
എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ വേണം. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ സംശയിക്കരുത്. ഓ, ഇതുവരെ ഞാൻ കേൾക്കാത്തൊരു ടോപ്പിക്കാണല്ലോ, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കുമോ? കാണുമ്പോഴേ നിങ്ങൾ പേടിച്ചു പോകരുത്. ആ 5 മിനിറ്റ്സിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് മുതൽ OET സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ടിപ്സ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പായിട്ട് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് വലിയൊരു വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എല്ലാം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കണൂടെ ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ഇന്നത്തേക്ക് ബൈ.